നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് താമരയുടെ പേര് ഒഴിവാക്കിയത് യുവമോർച്ച പ്രവർത്തകർ തൃശൂർ ടൗൺ ഹാളിന് മുമ്പിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. കേരളത്തിലെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയെ രാജ്യത്തെ ഭവന പദ്ധതികളിൽ മികച്ചതായി നീതി ആയോഗ് തിരഞ്ഞെടുത്തുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. തളികുളം എറണാകുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് ജനുവരി 11 കൊടികയറും. CPM-നെയും BJP-യെയും അപ്രസക്തമാക്കി നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളിലേക്കും വിജയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗങ്ങളെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി അഭിനന്ദിച്ചു. വാർത്തകൾ വിശദമായി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് താമരയുടെ പേര് ഒഴിവാക്കിയത് യുവമോർച്ച പ്രവർത്തകർ തൃശൂർ ടൗൺ ഹാളിന് മുമ്പിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും പങ്കെടുക്കുന്ന ഗ്രീൻ വാളണ്ടിയർമാർക്ക് പരിശീലനവും യൂണിഫോം വിതരണവും നടന്ന ടൗൺ ഹാളിന് മുന്നിലായിരുന്നു പ്രവർത്തകർ താമര പൂവുമായി പ്രതിഷേധത്തിനെത്തിയത്. ഗേറ്റിന് മുൻപിൽ വെച്ച് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രതിഷേധക്കാർ ഗേറ്റിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇതിനിടയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ മേയർ ഡോക്ടർ നിജി ജസ്റ്റിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നു. തുടർന്ന് വനിതകൾ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമാണ് മേയർ അടക്കമുള്ളവർക്ക് വേദിയിലേക്ക് എത്താനായത്. മന്ത്രി വി ശിവൻകുട്ടി വേദിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു പ്രതിഷേധ സമരം. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത്, വൈസ് പ്രസിഡന്റുമാരായ അഞ്ജലി എടക്കാട്ടിൽ, ശ്രാവൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കേരളത്തിലെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയെ രാജ്യത്തെ ഭവന പദ്ധതികളിൽ മികച്ചതായി നീതി ആയോഗ് തിരഞ്ഞെടുത്തുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. ലൈഫ് ഭവന പദ്ധതി ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചതാണ്. ആ ലൈഫ് ഭവന പദ്ധതി ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങള് പലതവണ പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ സമാനതകളില്ലാത്ത ഒരു ഭവന പദ്ധതിയാണിത് എന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം നീതി ആയോഗ് ഭവന നിർമ്മാണ പദ്ധതികളിൽ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസുകളിൽ ഒന്നായിട്ട് ലൈഫ് ഭവന പദ്ധതിയെ അംഗീകരിച്ചിരിക്കുകയാണ്. ചില ദേശീയ മാധ്യമങ്ങൾ അത് സംബന്ധിച്ച വാർത്ത കൊടുത്തിരുന്നു. നിങ്ങളുടെ ശ്രദ്ധയിൽ വരാത്തതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്ത്യയിലെ അഫോർഡബിൾ ഹൗസിംഗ് രംഗത്തെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് ലൈഫ് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നീതി ആയോഗാണ് അത് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുവരെ ലൈഫിൽ 6,547,000 വീടുകൾ നിർമ്മിക്കാനാണ് കരാർ വെച്ചത്. അതിൽ 4,76,076 വീടുകൾ പൂർത്തിയാക്കി. 1,24,471 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. LDF ഗവൺമെന്റ് പറഞ്ഞത് ചെയ്യുന്നു. UDF ഒരു ഉത്തരവാദിത്വവുമില്ലാതെ പറഞ്ഞതിൽ നിന്ന് പിന്നാക്കം പോകുന്നു. ഇപ്പൊ എന്തെല്ലാം വാദങ്ങളാണ് വന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കണക്കൊക്കെ ക്ലിയറാണ്. 30 സെക്കൻഡേ അദ്ദേഹത്തിന് വേണ്ടി വന്നുള്ളൂ. എന്നാൽ KPCC പ്രസിഡന്റ് പറയുന്നത് ഒരു കട്ട് ഓഫ് ഡേറ്റും ഇല്ല വീടിന്. തെരഞ്ഞെടുപ്പിനെ കട്ട് ഓഫ് ഡേറ്റ്. അപ്പൊ തെരഞ്ഞെടുപ്പ് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നാണ് അത് വ്യക്തമാക്കുന്നത്. തളികുളം എറണാകുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് ജനുവരി 11 കൊടികയറും. കൊടിയേറ്റത്തിന് ശേഷം തറവാട്ടിലെ സഹോദരങ്ങളായ ഗോപാലകൃഷ്ണനും വിനോദനും അവരുടെ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം ക്ഷേത്ര ശ്രീകോവിൽ മുൻഭാഗവും ഇടവും വലവും ഭാഗത്തെയും ദ്വാരപാലക ശില്പങ്ങളും പിച്ചളയിൽ പൊതിഞ്ഞതിന്റെ ഇരുഭാഗത്തും അഷ്ടലക്ഷ്മികൾ പിച്ചളയിൽ രൂപകൽപ്പന ചെയ്തതിന്റെയും സമർപ്പണവും നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ജനുവരി 18 ഞായറാഴ്ച രാവിലെ ദേവിയുടെ ഗ്രാമപ്രദക്ഷിണവും വൈകിട്ട് 7 മണിക്ക് സുപ്രസിദ്ധ നാടൻപാട്ട് കലാകാരി പ്രസിദ്ധ ചാലക്കുടിയുടെ ഫാദി ഫോക്സ് ബാൻഡ് തൃശൂർ അവതരിപ്പിക്കുന്ന ഒരു പിടി നാടൻ പാട്ടുകളും കലാരൂപങ്ങളും ഉണ്ടാകും. ജനുവരി 19 രാവിലെ 9 മണിക്ക് പള്ളിവേട്ടയും നടക്കും. മഹോത്സവ ദിവസമായ ജനുവരി 20 9 ആനകളെ അണിനിരത്തിയുള്ള എഴുന്നള്ളിപ്പും തുടർന്ന് വർണ്ണമഴയും ഉണ്ടാവും. കൊടിയേറ്റ് മുതൽ ഉത്സവം വരെ
ജാതിമത ഭേദമന്യേ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറും. ജനുവരി 21 ദേവിയുടെ ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ജനുവരി 31 പ്രതിഷ്ഠാദിനവും പൊങ്കാല സമർപ്പണവും നടക്കുമെന്ന് തൃപ്പയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ പ്രസിഡന്റ് പ്രിൻസ് മദൻ, സെക്രട്ടറി EB ഗുണശീലൻ, വൈസ് പ്രസിഡന്റ് EVN പ്രേംദാസ്, ജോയിന്റ് സെക്രട്ടറി സ്മിത്ത് EVS, ട്രഷറർ ഷൈജു ES തുടങ്ങിയവർ അറിയിച്ചു. CPM-നെയും BJP-യെയും അപ്രസക്തമാക്കി നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളിലേക്കും വിജയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗങ്ങളെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി അഭിനന്ദിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സീന ഉണ്ണികൃഷ്ണനും, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി PM സിദ്ദീഖിനെയും, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സുബില പ്രസാദിനെയും തെരഞ്ഞെടുത്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, AN സിദ്ധപ്രസാദ്, TV ഷൈൻ എന്നിവർ സംസാരിച്ചു. ജനങ്ങൾ കാത്തിരുന്നു മടുത്തു എന്നവസാനിക്കും ഈ ദുരിതയാത്ര സമ്മാനിച്ച് ചാഴൂർ വേലുമാൻപടി റോഡ്. ചാഴൂർ പഞ്ചായത്തിലെ സൊസൈറ്റി വേലുമാൻപടി റോഡാണ് 5 വർഷത്തിലേറെ ജനങ്ങൾക്ക് ദുരിതയാത്ര സമ്മാനിച്ച് കിടക്കുന്നത്. പഞ്ചായത്തിന്റെ വടക്കും തെക്കും മേഖലകളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണിത്. വർഷക്കാലമായാൽ പൂർണ്ണമായും വെള്ളത്താൽ മൂടപ്പെടുന്ന റോഡിൽ മഴ മാറുന്നതോടെ നിരവധി ഭാഗങ്ങൾ ഇടിഞ്ഞു താഴുകയും വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്യും. ഇതോടെ വർഷക്കാലമായാലും വേനൽക്കാലമായാലും ഈ റോഡിലൂടെയുള്ളത് ദുരിതയാത്ര തന്നെയാണ്. തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊന്നും ഇത്തരത്തിൽ തകർന്നടിഞ്ഞ് കാൽനട യാത്ര പോലും ദുസ്സഹമാക്കിയ റോഡ് കാണില്ലെന്നാണ് വാഹനയാത്രികരും പറയുന്നത്. വർഷങ്ങളായിട്ട് 5 വർഷം മുൻപ് വരെ ഗ്രാമസഭകളിൽ ഇതിന് ഫണ്ട് പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഗ്രാമസഭകളും ചോദ്യങ്ങൾക്ക് ഇതിന് മറുപടി പറഞ്ഞിരുന്നത് ഫണ്ട് പാസ്സായിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ചെറിയ രീതിയിൽ തട്ടിക്കൂട്ട് പണികളൊക്കെ തുടങ്ങി വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ വന്നിരിക്കുകയാണ്. അതിനിടയിൽ പണി തുടങ്ങി കുറച്ച് കാലം മഴ വന്നപ്പോൾ പറഞ്ഞു മഴ കാരണമാണ് പണി മാറ്റി വെച്ചത്. ഇപ്പോൾ എത്രയോ ദിവസങ്ങളായി മഴയില്ല, നല്ല വെയിൽ, ഇപ്പോഴും പണി തുടങ്ങിയിട്ടില്ല. ജനങ്ങൾ ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടെങ്കിലും അതിനൊന്നും മുഖവിലക്കെടുക്കാതെയാണ് ഭരണസമിതിയും പഞ്ചായത്ത് അംഗങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇനിയും എത്ര കാലം ഈ ദുരിതം പേറേണ്ടി വരുമെന്നുള്ളത് ജനങ്ങൾക്ക് കഷ്ടപ്പാടിലാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിധി കാണണമെന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാനുള്ളത്. ജനങ്ങൾ പരാതി പറഞ്ഞ് മടുക്കുകയും പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്ത് വരികയും ചെയ്തതോടെ റോഡ് പുനർനിർമ്മാണത്തിന് MLA ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചു. എന്നാൽ കരാറുകാർ പണി ഏറ്റെടുക്കാൻ വൈകിയതോടെ റോഡ് പണിയും നീണ്ടുപോയി. വർഷം 1 കഴിഞ്ഞാണ് കരാറുകാരനെ കണ്ടെത്തിയതും പണി തുടങ്ങിയതും. ബന്ധപ്പെട്ടവർ റോഡ് പണി ഇപ്പം തീരും എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് 6 മാസമായെങ്കിലും ഒച്ചിഴയും വേഗത്തിലാണ് റോഡ് പണി നടക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും റോഡ് പുനർനിർമ്മിക്കുമെന്ന പ്രതീക്ഷയുണ്ടായെങ്കിലും അതും വെറുതെയായി. ഇതോടെ ജനരോക്ഷം കൂടുമെന്ന അവസ്ഥ വന്നതോടെ സ്വന്തം സർക്കാർ സംവിധാനത്തിന്റെ പിടിപ്പുകേടിനെതിരെ CPI പ്രവർത്തകർ സമരം പ്രഖ്യാപിച്ചതോടെയാണ് റോഡ് ലെവലിംഗ് നടത്തി കുഴികളടയ്ക്കാൻ ആരംഭിച്ചത്. പുതിയ പഞ്ചായത്ത് ഭരണസമിതിയെങ്കിലും റോഡ് പണി സമയബന്ധിതമായി തീർത്ത് സഞ്ചാരയോഗ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അത് അനുഭവിച്ചവർക്കറിയില്ലെന്ന് പറഞ്ഞ മാതിരി ഞാൻ ആ വണ്ടിക്കാരൻ പയ്യൻ വപ്പ് വരും പറയും ഇങ്ങനൊരു കഷ്ടം പഞ്ചായത്ത് പലതും കണ്ടിട്ടുണ്ട്. ഞാൻ ജില്ല പല നമ്മുടെ മേഖലകളിൽ പോയിട്ടുണ്ട്. അത് ഇതിനൊരു പുരോഗതി എന്തെങ്കിലും ഉണ്ടാവും പ്രതീക്ഷിക്കല്ലേ, എന്തെങ്കിലും അടുത്ത ലക്ഷം വരുമ്പോൾ റെഡിയാവും. റോഡ് പണിയിൽ ഇനിയും നിസ്സംഗത തുടർന്നാൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്ത് വരാനാണ് രാഷ്ട്രീയ കക്ഷികളിലും പ്രാദേശിക പ്രവർത്തകരുടെ നീക്കം. പെരിഞ്ഞനം RMVHS സ്കൂളിൽ വാർഷിക ആഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജിത സതീഷ് ആദരിച്ചു. വാർഡ് മെമ്പർ അഷീറ ബഷീർ സമ്മാനദാനം നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ഡോക്ടർ R അനിൽകുമാർ, ഹേമ, MB ബിന്ദു എന്നിവർക്ക് സ്കൂൾ അധികൃതരും PTA-യും ചേർന്ന് ഉപഹാരം നൽകി. ഹെഡ് മിസ്ട്രസ് B ബീബ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും റഖാസ ഫോക്ക് മ്യൂസിക് ബാൻഡിന്റെ സംഗീത പരിപാടിയും അരങ്ങേറി. ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ രൂപപ്പെടുത്തിയതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള സാമൂഹ്യ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരാളായിരുന്നു
അദ്ദേഹത്തെ സംബന്ധിച്ച് വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കും പറയുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് കേരളത്തിലെ അധ്യാപകനായി വരികയും ഒരു നേരത്തിൻ്റെ പൊതു കാഴ്ചപ്പാടിൻ്റെ ബോധത്തെ നിർണ്ണയിക്കുകയും ചെയ്യുന്ന മുഖ്യ പങ്കുവച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൽപ്പന്നമാണ് നമ്മുടെ പെരിയാരത്തിൻ്റെ ഈ പറയുന്ന പെരിയജ്ഞാനികളുടെ നാട് എന്നുള്ള രീതിയിലും പുരോഗമനപ്പെട്ട് തുറച്ചു നിൽക്കുന്ന ഒരു വിഭാഗത്തിൽ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവച്ചത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. KC കാളിക്കുട്ടി സ്മാരക സംസ്കാര നിലയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK അജിതകുമാരി, പഞ്ചായത്ത് അംഗം ഉമറുൽ ഫാറൂഖ്, ICDS സൂപ്പർവൈസർ ദിവ്യ വിജയൻ, സോഷ്യൽ വർക്കർ ശ്രീച, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. 3.5 ലക്ഷം രൂപ ചെലവിട്ടാണ് 28 വയോജനങ്ങൾക്കും 9 ഭിന്നശേഷിക്കാർക്കുമായി സഹായ ഉപകരണങ്ങൾ നൽകിയത്. മോട്ടോറൈസ്ഡ് വീൽചെയർ, ഹിയറിംഗ് എയ്ഡ്, വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, ഹോൾഡിംഗ് വാക്കർ തുടങ്ങിയ സഹായോപകരണങ്ങളാണ് വിതരണം നടത്തിയത്. പഞ്ചായത്തിന് നടപ്പിലാക്കുന്നത് വയോജന ഭിന്നശേഷിക്കാർക്ക് ഉപകരണ പദ്ധതിയാണ്. അത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ നടത്തുകയാണ്. എല്ലാ വർഷങ്ങളിലും ഇപ്പോൾ കുറച്ച് കാലങ്ങളായി നമ്മുടെ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെയുള്ള ഈ വയോജന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ഈ സഹായ ഉപകരണങ്ങളുടെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളം ഭിന്നശേഷി സൗഹൃദമാക്കുന്ന പദ്ധതിയിലൂടെ തന്നെ നിരവധിയായ പദ്ധതികൾ നടത്തിവരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തും ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത്. കുന്നംകുളം കണിയാമ്പലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കുന്നംകുളം കണിയാമ്പലിൽ ഇന്ന് പുലർച്ചെ 2 മണിക്കുണ്ടായ ബൈക്ക് അപകടത്തിൽ കാവിലക്കാട് സ്വദേശികളായ 2 യുവാക്കളാണ് മരണപ്പെട്ടത്. കാവിലക്കാട് കുളിയാട്ടിൽ പ്രകാശൻ മകൻ 26 വയസ്സുള്ള പ്രണവ്, കാവിലക്കാട് മമ്പറമ്പിൽ 27 വയസ്സുള്ള ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. കാണിപ്പയ്യൂരിൽ നിന്നും ചായ കുടിച്ച് ബൈക്കിൽ വരികയായിരുന്നു ഇവർ. കണിയാമ്പൽ പനങ്ങായി ഇറക്കത്തിൽ വെച്ച് ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഇവർക്കൊപ്പം മറ്റൊരു ബൈക്കിൽ ഉണ്ടായിരുന്നവർ പുറകിൽ ഇവരെ കാണാതായതിനെ തുടർന്ന് തിരിച്ചെത്തി നോക്കിയപ്പോഴാണ് അപകടം അറിഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. മൃതദേഹം മലങ്കര ആശുപത്രി മോർച്ചറിയിൽ. വടക്കാഞ്ചേരിയിൽ കൂറ്റൻമാവിന്റെ ശിഖരം പൊട്ടി വീണ് ഇരുചക്രവാഹന യാത്രികന് പരിക്കേറ്റു. മുള്ളൂർക്കര സ്വദേശി എഴുത്തച്ഛൻ വളവിൽ ബാബുരാജിനാണ് പരിക്കേറ്റത്. മുള്ളൂർക്കരയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് ബുള്ളറ്റിൽ പോവുകയായിരുന്ന ബാബുരാജിന്റെ തലയിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ ഹെൽമറ്റ് പിളർന്ന് ഗുരുതരമായി പരിക്കേറ്റ ബാബുരാജിനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൊണ്ടാഴി പാറമേൽപ്പടി പുതിയ റോഡിനു സമീപം പുളിമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രികന് സാരമായി പരിക്കേറ്റു. കണ്ണമ്പ്ര സ്വദേശിയായ സുകേഷിനാണ് പരിക്കേറ്റത്. ഒറ്റപ്പാലം ഭാഗത്തേക്ക് ബൈക്കിൽ വരുമ്പോഴാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുളിമരം ഒടിഞ്ഞു വീണത്. വാർഡംഗം വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാർ ചേർന്ന് സുകേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും പലതവണ വീട്ടുടമയ്ക്ക് കത്ത് നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. നടത്തറ എലിഞ്ഞിക്കുളത്ത് തലയിൽ പാൽപ്പൊടിച്ചേപ്പ് കുടുങ്ങിയ നിലയിൽ കണ്ട പാമ്പിനെ രക്ഷപ്പെടുത്തി. പ്രബീഷ് എന്നയാളിന്റെ പറമ്പിലാണ് തലയിൽ ചെപ്പ് കുടുങ്ങിയ നിലയിൽ ചേരപാമ്പിനെ കണ്ടത്. സമീപവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വന്യജീവി സംരക്ഷകൻ ലിജോ എത്തി പാമ്പിനെ പിടികൂടി ചെപ്പ് ഊരിമാറ്റി. ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാതയിൽ അജ്ഞാത വാഹനം ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എടക്കഴിയൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപം താമസിക്കുന്ന മണത്തല സ്വദേശി കുന്നത്ത് വീട്ടിൽ 44 വയസ്സുള്ള ഓലിദാണ് മരിച്ചത്. എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം പെലക്കാട്ട് പയ്യൂരിൽ വീട്ടിന് നേരെ ആക്രമണം. മേൽവീട്ടിൽ പ്രകാശന്റെ വീടാണ് വ്യാഴാഴ്ച രാത്രി 4 അംഗ സംഘം ആക്രമിച്ചത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും തകർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് താമരയുടെ പേര് ഒഴിവാക്കിയത് യുവമോർച്ച പ്രവർത്തകർ തൃശൂർ ടൗൺ ഹാളിന് മുമ്പിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. കേരളത്തിലെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയെ രാജ്യത്തെ ഭവന പദ്ധതികളിൽ മികച്ചതായി നീതി ആയോഗ് തിരഞ്ഞെടുത്തുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ്. തളികുളം എറണാകുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് ജനുവരി 11 കൊടികയറും. CPM-നെയും BJP-യെയും അപ്രസക്തമാക്കി നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളിലേക്കും വിജയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗങ്ങളെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി അഭിനന്ദിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.